നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ബഷീറാണ്. തവക്കിൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നുള്ളത് നമ്മുടെ പാലക്കാട് ജില്ല തരൂർ ഗ്രാമപഞ്ചായത്തിലാണ്. എന്ന് വെച്ചാൽ തരൂർ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പഴയന്നൂരിൻ്റെയും തിരുവില്ലാമലയുടെയും കാവശ്ശേരിയുടെയും ആലത്തൂരിൻ്റെയൊക്കെ അടുത്തായി വരുന്ന ഒരു പഞ്ചായത്താണ് തരൂർ പഞ്ചായത്ത്. അപ്പോൾ ആ പഞ്ചായത്തിലാണെന്നുള്ളത്. ഇവിടെ ഒരു 16 സെൻറ്റ് സ്ഥലവും 1500 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടും, പുതിയ വീടാണ് കേട്ടോ. അതാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ചെറുതും വലുതുമായിട്ടുള്ള, അത്യാവശ്യം വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ വണ്ടികളും വരാനുള്ള വഴി സൗകര്യമുണ്ട്. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് 2 ഭാഗത്തുനിന്ന് എൻട്രി ഉണ്ട് കണ്ടോ. ഇതൊരു വഴിയാണ് കേട്ടോ. ഇതിലൂടെ 2 യൂണിറ്റിൻ്റെ ടിപ്പറൊക്കെ വന്നിട്ടുള്ളതാണ്. ടിപ്പർ ഞാൻ ഓടിച്ചു കൊണ്ടുപോയിട്ടുള്ളതാണ് ഈ വഴിയിലൂടെ. അതുകൊണ്ടാണ് അത്രയും ഉറപ്പ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു മതിൽക്കെട്ട് കണ്ടില്ലേ, അവിടെ നിന്ന് നേരെ ഒരു 50 മീറ്റർ ദൂരം നേരെ നമ്മുടെ വീട്ടിലേക്ക് അടുത്ത വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇതിന് ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന വില, ഈ 16 സെൻറ്റ് സ്ഥലത്തിനും ഈ 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിനും കൂടെ ചോദിച്ചിരിക്കുന്നത് 36 ലക്ഷം രൂപയാണ്. വില ചെറിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നെങ്കിലേ ഉള്ളൂ. ഒരുപാടൊന്നും കുറയില്ല കേട്ടോ. ഒരുപാട് കുറയില്ല എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് 2 എൻട്രി വരുന്നുണ്ട് കേട്ടോ. തെക്ക് ഭാഗത്തുനിന്നും വടക്ക് ഭാഗത്തുനിന്നൊക്കെ ഈ കോമ്പൗണ്ടിലേക്ക് കയറാനുള്ള വഴി സൗകര്യമുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിച്ച വില ഞാൻ പറഞ്ഞു 36 ലക്ഷം രൂപയാണ്. നമ്മുടെ ഈ ചാനൽ തവക്കിൽ പ്രോപ്പർട്ടീസ് എന്ന ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഈ വില വളരെ കുറഞ്ഞ രീതിക്ക് ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കാരണം ഇതിൽ 16 സെൻറ്റോളം സ്ഥലമുണ്ട്. വെള്ളത്തിനായിട്ട് ബോർവെൽ കണക്ഷനാണ് വെള്ളമുള്ളത് കണ്ടോ, ചെങ്കതളിയൊക്കെ. അപ്പോൾ ഇതിൽ എന്തും നമ്മൾ കൃഷി ചെയ്താൽ, നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് എന്തും കൃഷി ചെയ്താൽ ഉണ്ടാകുന്നൊരു നല്ലൊരു മണ്ണ്, അങ്ങനെയുള്ളൊരു മണ്ണും കൂടെയാണ് ഇവിടെ. ഒരു പഴയ രാജാവ് അംബാസഡറൊക്കെ നിൽക്കുന്നു ഇവിടെ അതിനകത്ത്. അപ്പോൾ ഇതിൽ അടുത്തൊക്കെ തന്നെ നമുക്ക് ഈ വീടിൻ്റെ അവിടെ നിന്നൊക്കെ അടുത്ത് തന്നെയായിട്ട് ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. പഴമ്പാലക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഈ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ ദൂരമാണ് ഉണ്ടാവുക. അതുപോലെ ക്രിസ്ത്യൻ പള്ളിക്കും മുസ്ലിം പള്ളിക്കും അധികം ദൂരമില്ല, അമ്പലങ്ങളിലേക്കും അധികം ദൂരമില്ല. ബസ് റൂട്ടിലേക്കാണെങ്കിലോ ജസ്റ്റ് 500 മീറ്റർ ദൂരം മാത്രം. ബസ് സ്റ്റോപ്പിലേക്ക് 500 മീറ്റർ ദൂരം മാത്രമാണുള്ളത്. ചുറ്റുഭാഗവും കണ്ടതിന് ശേഷം നമുക്ക് വീടിൻ്റെ അകമൊക്കെ ഒന്ന് കാണാം കേട്ടോ. അംബാസഡർ കാർ ഏത് കാലത്തുള്ളതെന്നുള്ളത് അറിയില്ല, പുള്ളി അത് കൊടുക്കാനാണോ എന്നും അറിയില്ല കേട്ടോ. നന്നാക്കി എടുത്താൽ നിരത്തുകളിലെ പുലിയാണ് ഇന്നും. ഇതിൽ നമുക്ക് ഈ വീടിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമുക്ക് ഈ സൺസൈഡിൻ്റെ മുകളിലേക്ക് ലിൻഡലിൻ്റെ മുകളിൽ 4 വരി സിമെൻറ്റ് കട്ട 4 വരി ഹൈറ്റാണ് സാധാരണ വരിക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 പൊക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4ഉം 2 കട്ട, അതായത് 1 അടിയും കൂടെ ഹൈറ്റിലാണ് ഇതിൻ്റെ മെയിൻ സ്ലാബിലേക്കുള്ള ചുമരിൻ്റെ ഹൈറ്റ് വരുന്നത്. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ നമുക്ക് ഈ ചൂട് കാലത്തൊക്കെ കുറച്ചുകൂടെ 1 അടിയും കൂടെ ഹൈറ്റ് ഉള്ളത് കൊണ്ട് ചെറിയ രീതിക്കൊക്കെ ഒരു ചൂടിൽ നിന്നുള്ള ഒരു രക്ഷ നമുക്ക് വീടിൻ്റെ ഉൾവശത്തൊക്കെ ഫീൽ ചെയ്യുള്ളൂ. നമുക്ക് വീടിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഒരു ബാത്റൂമും ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കൂടാതെ തന്നെയാണ് നമുക്ക് വീടിൻ്റെ അകത്ത് 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് സൗകര്യമുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു ലോൺ സൗകര്യം വേണമെങ്കിൽ അത് ചെയ്തു തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10-15 ലക്ഷം രൂപയാണ് ഉള്ളത്, ബാക്കി ലോൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരാനുള്ള സൗകര്യം കൂടെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ഇവർക്ക് പുതിയ വീടാണ്, വലിയ പഴക്കമില്ല. അവർ കൊടുക്കാനുള്ള കാരണം എന്താണെന്നൊക്കെ ഞാൻ വിളിക്കുമ്പോൾ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വല്ല പ്രശ്നങ്ങളുള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും വല്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കൊടുക്കണതല്ല കേട്ടോ. അപ്പോൾ കണ്ടോ, തക്കാളിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്തും ഇവിടെ കൃഷി ചെയ്യാൻ പറ്റും ഈ ഉള്ള സ്ഥലത്ത്. അപ്പം നിറയെ വീടുകളുള്ള ഒരു ഭാഗത്താണ്. അടുത്തൊക്കെ നിറച്ച് വീടുകളുണ്ട്. എല്ലാ വണ്ടികൾക്കും വന്നു ചേരാനുള്ള വഴി സൗകര്യമുണ്ട്. ഇതിൽ ഇവരുടെ ഒരു പൊതു കിണറുണ്ട്. പഞ്ചായത്ത് കിണറല്ല, ഇവരുടെ തന്നെയായിട്ടുള്ള ഒരു കിണർ. എന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ടപ്പുറേക്കുള്ള റബ്ബർ തോട്ടമൊക്കെ ഇതിൻ്റെ ഈ വീടിൻ്റെ ഉടമസ്ഥൻ്റെ തന്നെയാണ്. അപ്പോൾ അതിലൊരു കിണർ വരുന്നുണ്ട്. അതൊന്നും വേണമെങ്കിൽ നമുക്ക് വെള്ളം എടുക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു തരും. എത്ര കാലം വേണമെങ്കിലും നമുക്ക് അതിൽ നിന്ന് മോട്ടർ വെച്ചിട്ട് വെള്ളം എടുക്കാനുള്ള സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു 3-4 വണ്ടിയൊക്കെ വന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കണ്ടോ, അടുത്തുള്ള വീടുകളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. ഈ വീടുകളൊക്കെ ഈ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ടുള്ള വീടുകളാണ്. അതുപോലെ ഇതാണ് നമ്മുടെ പഴമ്പാലക്കോട് ആ മുസ്ലിം പള്ളി, അതുപോലെ ക്രിസ്ത്യൻ പള്ളി, ഇവിടെ ഒരു ആശുപത്രി, ഹെൽത്ത് സെൻറ്റർ, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വീടിൻ്റെ അടുത്ത് തന്നെ അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു ജംഗ്ഷനാണ്. ഇതാണ് നമ്മുടെ പഴമ്പാലക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ബസ് റൂട്ടിൽ നിന്നാണ് നമുക്ക് ഒരു 500 മീറ്റർ ദൂരം വരുന്നത്. എപ്പോഴും എല്ലാ ഭാഗത്തേക്കും, ഒറ്റപ്പാലത്തേക്കും തിരുവില്ലാമലയ്ക്കും അതുപോലെ പഴയന്നൂർക്കും ഇനി പാലത്തൂർക്കും
കാവശ്ശേരി ഭാഗങ്ങളിലേക്കൊക്കെ എപ്പോഴും ബസ് സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 500 മീറ്ററാണ് ദൂരം. ഒരു 2-3 വണ്ടികൾക്കൊക്കെ സുഖമായി വന്ന് പാർക്ക് ചെയ്യാനുള്ള മുറ്റം സൗകര്യമുണ്ട് കേട്ടോ. നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്നാൽ അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് കേട്ടോ. ഇതിൻ്റെ ഈ ജനലും വാതിലും ഒക്കെ അദ്ദേഹം തേക്കിൻ്റെ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. തേക്കിൻ്റെത് കൊണ്ടതാണ് ഇതിൻ്റെ പണികളൊക്കെ, ജനലും വാതിലുകളൊക്കെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത് കേട്ടോ. ഇതിൽ നമുക്ക് ആ സിറ്റ് ഔട്ട് കഴിഞ്ഞ ഉടനെ ലിവിങ് വിത്ത് ഡൈനിങ് എന്നുള്ള സൗകര്യത്തായിട്ടാണ് ഈ ലിവിങ് റൂമിൻ്റെ അവിടെ ഈ ഡൈനിങ് സൗകര്യം കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്കൊരു കർട്ടൻ, ഈ ഒരു സ്റ്റെയറിൻ്റെ കയറുന്ന ഭാഗത്തിൻ്റെ അവിടെ നിന്ന് ഒരു കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ്ങിൻ്റെ അവിടെ വന്ന് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ താഴെ തന്നെയായിട്ടാണ് 3 ബെഡ്റൂമും വരുന്നത്. മുകളിൽ നമുക്ക് സ്റ്റെയർ റൂം മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ 1-2 റൂമൊക്കെ മുകളിൽ എടുക്കാനുള്ള സൗകര്യം കൂടെയുണ്ട്. പഴക്കമില്ലാത്ത വീടും കൂടെയാണ്. വില പറഞ്ഞിരിക്കുന്നത് വാങ്ങുന്നവർക്ക് ഒരു ലാഭമാണ് കേട്ടോ. കാരണം 16 സെൻറ്റ് സ്ഥലത്തിൽ ഈ 1500 സ്ക്വയർ ഫീറ്റ് വരുന്നത് പറഞ്ഞിരിക്കുന്ന വില വെറും 36 ലക്ഷം രൂപയാണ്. അതിന് കാര്യമായിട്ട് കുറയില്ല കേട്ടോ. ചെറിയ രീതിക്ക് എന്തെങ്കിലും നമ്മൾ പറഞ്ഞ വിലയിൽ നിന്ന് എന്തെങ്കിലും അദ്ദേഹം സത്യത്തിൽ പറഞ്ഞ് 40 ലക്ഷം രൂപ പറയാൻ പറഞ്ഞിട്ട് ഒരു 38 ആളുടെ കയ്യിൽ കിട്ടണം എന്നുള്ളതാണ് നമ്മളോട് അവിടെ ചെന്ന് വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കമ്മിയാക്കി നിങ്ങളൊന്ന് പറയും, നമുക്ക് പെട്ടെന്ന് കച്ചവടം ആവണ്ടേ എന്നുള്ള രീതി വന്നപ്പോഴാണ് ആൾ ഞാൻ വീഡിയോ എടുത്ത് വന്നൊരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫോണിൽ കൂടെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് 36 കയ്യിൽ കിട്ടണമെന്ന് പറഞ്ഞത്. അപ്പോൾ 36 ഞാൻ വീഡിയോയിൽ പറയാം, എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം പറഞ്ഞപ്പോൾ പിന്നെ അതൊന്ന് അഡ്ജസ്റ്റും ചെയ്യണം, നിങ്ങൾക്ക് കമ്മീഷൻ തരണം എന്നുള്ള രീതിയൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരുമായിരിക്കും, അതൊരു ഉറപ്പില്ല. അപ്പോൾ ഇത് നമുക്ക് ലോൺ സൗകര്യം വേണമെങ്കിൽ അതും ചെയ്തു തരും. 3 ബെഡ്റൂമും താഴെ തന്നെയാണ്, 3ഉം അറ്റാച്ച്ഡ് ഉണ്ട്. നമുക്ക് ആ സ്റ്റെയറിൻ്റെ താഴെയൊക്കെ ആയിട്ട് ഇൻവെർട്ടർ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. നമുക്ക് ആ ഒരു മുകളിലൊക്കെ ഉണ്ടാകുന്ന റൂഫിൻ്റെ ഹൈറ്റ് നമുക്ക് വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സാധാരണ 4 വരി കട്ടയാണ് വെക്കുക, ഇത് 6 വരി കട്ട വെച്ചിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. കണ്ടോ, GM-ൻ്റെ സ്വിച്ച് ബോർഡുകളൊക്കെയാണ്. എന്തെങ്കിലും തട്ടിക്കൂട്ട് പണികളല്ല സുഹൃത്തുക്കളെ, നിങ്ങൾക്കത് വന്ന് കാണുമ്പോൾ അറിയാൻ പറ്റും. നല്ല രീതിക്ക് തന്നെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളതാണ്. അത് പിന്നെ കൊടുക്കാനുള്ള കാരണമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ പറയാം. അതല്ലെങ്കിൽ എന്തെങ്കിലും വല്ല ബാധ്യതകളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ വല്ല അപമൃത്യോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളതൊന്നും അതുകൊണ്ടൊന്നുമല്ല. അങ്ങനെയുള്ളതൊന്നും ഞാൻ വീഡിയോയിൽ ഇടാറില്ല. കാരണം ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ വരുമ്പോൾ നിങ്ങൾ എന്തായാലും ചുറ്റുഭാഗമൊക്കെ ഒന്ന് അന്വേഷിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും വന്ന് ഇതിൻ്റെ പുറകിൽ കടന്ന് ഓടിയിട്ട് എൻ്റെയും നിങ്ങളുടെയും സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വലിയ പ്രശ്നമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടല്ല അദ്ദേഹം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് മനസ്സിക്കൊരു വിഷമം എന്നുള്ള രീതിക്ക് അത് കൊടുക്കുന്നു. എന്ന് വെച്ചാൽ ഇത് എന്തെങ്കിലും കടബാധ്യത കൊണ്ടൊന്നുമല്ല, നല്ലതുപോലെ പൈസയൊക്കെയുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ കടബാധ്യതയും കാര്യങ്ങളും മറ്റുള്ളതൊന്നുമില്ല. ഉണ്ടോ, നമുക്ക് ഇവിടെ ഈ 3 കള്ളി ജനലൊക്കെ തേക്കിൻ്റെ കൊണ്ട് തന്നെയാണ് പണിതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 3 ബെഡ്റൂമിൽ ഒരെണ്ണത്തിൽ ഇന്ത്യൻ ക്ലോസറ്റാണ് വരുന്നത്. ബാക്കി 2 എണ്ണത്തിലും യൂറോപ്യൻ ക്ലോസറ്റ്. അതുപോലെ വീടിൻ്റെ പുറകിലും നമുക്കൊരു ടോയ്ലറ്റ് സൗകര്യവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സിറ്റ് ഔട്ട്, ഡൈനിങ് വിത്ത് ലിവിങ് റൂം, 3 ബെഡ്റൂം, അടുക്കള, വർക്ക് ഏരിയ എന്നീ സൗകര്യങ്ങളാണ് ഈ 1500 സ്ക്വയർ ഫീറ്റിൽ ഒതുങ്ങുന്നത്. ഇതിൽ നമുക്ക് ഈ സ്റ്റെയറിൽ മുകളിലേക്ക് കയറി പോകുന്ന ഭാഗത്തെ സ്റ്റെയറിന് ഒരു പിടി വെക്കണം. അതൊക്കെ വാങ്ങുന്നവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ബാക്കിയുള്ള പണികളൊക്കെ കംപ്ലീറ്റും ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ നമുക്ക് വിറകടുപ്പ് കത്തിക്കാനായിട്ട് ഒരു ആലുവ പുകയില്ലാത്ത അടുപ്പ് സൗകര്യവും ചെയ്തിട്ടുണ്ട്. അതിനോട് തന്നെ നമുക്കിവിടെ അത്യാവശ്യം ഈ എന്തെങ്കിലുമൊക്കെ പലചരക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ പാകത്തിനുള്ള ഒരു കബോർഡ് വർക്കും അതിനോട് ചേർന്ന് തന്നെ കൊടുത്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നും ആലത്തൂർ ടൗണിലേക്ക്, ഈ വീടിൻ്റെ അവിടെ നിന്ന് ആലത്തൂർ ടൗണിലേക്ക് എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു 15-16 കിലോമീറ്റർ, 15 കിലോമീറ്ററിൽ താഴെയായിരിക്കും ദൂരം വരുന്നത്. അതുപോലെ പഴയന്നൂർക്കാണെങ്കിൽ, തൃശ്ശൂർ ജില്ലയിൽപ്പെട്ട പഴയന്നൂർക്കാണെങ്കിൽ അതുപോലെ ഒരു 10 കിലോമീറ്റർ താഴെ തിരുവില്ലാമലയ്ക്കും അതുപോലെ ഒരു 6-7 കിലോമീറ്റർ ആയിരിക്കും ദൂരം വരുന്നത്. പിന്നെ ഒറ്റപ്പാലം ഒക്കെയാണ് നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാനായിട്ട്. ഒറ്റപ്പാലമാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അവിടേക്ക് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ ദൂരം കാണുമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റെയറിന് ഒരു പിടി വെക്കേണ്ട കാര്യം മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയുള്ള പണികളൊക്കെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ്. നല്ല രീതിക്ക് തന്നെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളതാണ്. ഈ വീട് പണി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഫസ്റ്റ് ലോഡ് 2 യൂണിറ്റിൻ്റെ ടിപ്പറിൽ ഫസ്റ്റ് ലോഡ് കല്ലൊക്കെ കൊണ്ടുപോയത് ഞാൻ തന്നെയായിരുന്നു. നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടിയിൽ കല്ല് കൊണ്ടുപോയിരിക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് വണ്ടികളൊക്കെ സുഖമായിട്ട് ഇവിടേക്ക് എത്തും എന്ന് പറയാനുള്ള കാരണം. ഇതിൻ്റെ മുകൾ വശമൊക്കെ നമുക്ക് ഇനിയിപ്പോൾ ഒരു 2 ബെഡ്റൂം സുഖമായിട്ട് മുകളിൽ എടുക്കാം, സ്റ്റെയർ അകത്തോടെ ആയതുകൊണ്ട്. അപ്പോൾ വില പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ റേറ്റ് അല്ല, 36 ലക്ഷം രൂപയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും അല്ലാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പാലക്കാട് ജില്ലയാണ് കേട്ടോ. പാലക്കാട് ടൗണിലേക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു 30-32 കിലോമീറ്റർ ദൂരം വരും. തൃശ്ശൂർക്കും അതുപോലെ
ഒരു 10-35 കിലോമീറ്റർ 36 കിലോമീറ്റർ ആയിരിക്കും ദൂരം വരുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വിളിക്കരുത്. മുഴുവൻ കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത ഞങ്ങളുടെ ഈ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ആരാധനാലയങ്ങളും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ ദൂരത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബോർവെൽ കണക്ഷനാണ് ഇതിനകത്ത് വെള്ളം വരുന്നത് കേട്ടോ. വെള്ളത്തിന് ഒരു തരത്തിലും ക്ഷാമമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്തൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. എന്തായാലും ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വന്ന് നേരിട്ട് ചോദിക്കാവുന്നതാണ്. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരാം.